ഹായ് ഓൾ, വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ അമീൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമീൻസിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. 2 കെമിക്കൽ റിയാക്ഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് കാർബിലമീൻ റിയാക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കൈലേഷനും അസൈലേഷനും ബേസിക് ക്യാരക്ടറും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാർബിലമീൻ റിയാക്ഷൻ ആണ് പറയുന്നത്. കാർബിലമീൻ റിയാക്ഷനിൽ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ കാർബിലമീൻ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് പ്രൈമറി അമീൻസ് ഓൺ ഹീറ്റിംഗ് വിത്ത് ക്ലോറോഫോം. പ്രൈമറി അമീൻസ് ആണ് കാർബിലമീൻ റിയാക്ഷന് ടെൻഡൻസി കൂടുതലുള്ളത്. അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് പ്രൈമറി അമീൻസ് ഓൺ ഹീറ്റിംഗ് വിത്ത് ക്ലോറോഫോം ആൻഡ് എത്തനോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ക്ലോറോഫോമും എത്തനോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ്. ക്ലോറോഫോം ആൻഡ് എത്തനോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ഐസോസയനൈഡ്സ് or carbylamines which are foul smelling substance. Foul smelling ആയ അമീൻസ് ക്ലോറോഫോമിനോടോ എത്തനോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനോടോ റിയാക്ട് ചെയ്യുമ്പോൾ ഫൗൾ സ്മെല്ലിംഗ് ഐസോസയനൈഡുകൾ അഥവാ കാർബിലമീൻസുകൾ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാർബിലമീൻ എന്ന് വിളിക്കുക. സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ് ഡു നോട്ട് ഷോ ദിസ് റിയാക്ഷൻ. പ്രൈമറി അമീനുകൾ മാത്രമേ കാർബിലമീൻ റിയാക്ഷൻ നടത്തുകയുള്ളൂ. This reaction is known as carbylamine reaction or isocyanide test and is used as a test for primary amines. Primary amines-നെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ആയിട്ട് കാർബിലമീൻ റിയാക്ഷൻ നടത്താറുണ്ട്. പ്രൈമറി അമീനുകൾ ക്ലോറോഫോമിനോടോ ആൽക്കലിയോടോ റിയാക്ട് ചെയ്യുമ്പോൾ ഫൗൾ സ്മെല്ലിംഗ് ഐസോസയനൈഡുകൾ ഉണ്ടാകുന്നു. പൊട്ടാസ്യം ക്ലോറൈഡും വാട്ടറും അതിന്റെ ബൈ പ്രൊഡക്റ്റുകളാണ്. Okay, then next reaction is അടുത്ത റിയാക്ഷനിൽ പറയുന്നത് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് HNO2. നൈട്രസ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ് പറയുന്നത്. The 3 classes of amines react with differently. 3, അതായത് പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ഓർ ടെർഷ്യറി അമീൻസ് നൈട്രസ് ആസിഡുമായിട്ട് ഡിഫറെന്റ് മാനറിലാണ് റിയാക്ട് ചെയ്യുന്നത്. വിത്ത് നൈട്രസ് ആസിഡ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ഫ്രം എ മിനറൽ ആസിഡ് ആൻഡ് സോഡിയം നൈട്രൈറ്റ്. മിനറൽ ആസിഡായ HCl-നോടും NaNO2-നോടും റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നൈട്രസ് ആസിഡ് കിട്ടുന്നത്. HNO2 ആണ് നൈട്രസ് ആസിഡ്. NaCl എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് കിട്ടുന്നതാണ്. HCl ആൻഡ് NaNO2 റിയാക്ഷൻ നടത്തുമ്പോൾ HCl എലിമിനേറ്റ് ചെയ്ത് പോയി, NaCl എലിമിനേറ്റ് ചെയ്ത് പോയി നമുക്ക് എന്ത് കിട്ടുന്നു? HNO2 കിട്ടുന്നു. പ്രൈമറി അലിഫാറ്റിക് അമീൻസ് റിയാക്ട് വിത്ത് നൈട്രസ് ആസിഡ് ടു ഫോം അലിഫാറ്റിക് ഡൈസോണിയം സോൾട്ട്സ് which being unstable liberates nitrogen gas quantitatively and alcohols. Quantitative evolution of nitrogen is used in the estimation of amino acids and proteins. ഇനി നോക്കൂ, പ്രൈമറി അമീൻ ആണ്, നൈട്രസ് ആസിഡിനോട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? RN2+ ആൻഡ് Cl- കിട്ടുന്നു. അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടുന്നു. മെയിൻ പ്രൊഡക്റ്റ് ആൽക്കഹോൾ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈമറി അമീനുകളെ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഒരു സോൾട്ട് കിട്ടുന്നു ആദ്യമേ. അതിലേക്ക് വാട്ടർ അഡീഷൻ നടത്തിയാൽ, അത് ഹൈഡ്രോളിസിസ് നടത്തിയാൽ എന്ത് കിട്ടുന്നു? ആൽക്കഹോൾ ഉണ്ടാകുന്നു. ലിബറേറ്റ് നൈട്രജൻ ഗ്യാസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഹൈഡ്രോളിസിസ് ടു ഗീവ് ആൽക്കഹോൾസ്. ഈ നൈട്രജന്റെ എവല്യൂഷൻ നമുക്ക് അമിനോ ആസിഡിന്റെ എസ്റ്റിമേഷനും പ്രോട്ടീൻ്റെ എസ്റ്റിമേഷനും ഒക്കെ ഉപയോഗിക്കാം. ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി അരോമാറ്റിക് അമീൻസ് ആണ് നൈട്രസ് ആസിഡിനോട് റിയാക്ട് ചെയ്യുന്നു. ലോ ടെമ്പറേച്ചറിലാണ് 273 to 278 Kelvin ടു ഫോം ഡൈസോണിയം സോൾട്ട്സ്, എ വെരി ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ്. പ്രൈമറി അമീൻ അതായത് അനിലീൻ റിയാക്ട് വിത്ത് NaNO2+ HCl ടു ഗീവ് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ആൻഡ് NaCl ആൻഡ് വാട്ടർ. അവിടെയും ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് അതായത് അനിലീൻ പ്രൈമറി അമീനോട് നൈട്രസ് ആസിഡ് റിയാക്ട് ചെയ്യുന്നു. നൈട്രസ് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് C6H5N2. സെക്കൻഡറി ആൻഡ് ടെർഷ്യറി C6H5N2+ ആൻഡ് Cl-. സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ് റിയാക്ട് വിത്ത് നൈട്രസ് ആസിഡ് ഇൻ എ ഡിഫറെന്റ് മാനർ. അത് നമുക്ക്
സിലബസിൽ പഠിക്കാനില്ലാത്തതാണ്. പ്രൈമറി അമീൻ്റെ കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രൈമറി അമീനുകൾ നൈട്രസ് ആസിഡിനോട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടുന്നു? ഒരു സോൾട്ട് കിട്ടുന്നു. ആ സോൾട്ടിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ ആൽക്കഹോൾ കിട്ടുന്നു, പ്രൈമറി അമീൻ. അതുപോലെ തന്നെ അനിലിൻ എടുത്തിട്ടുണ്ട്, നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ N2+ ആൻഡ് Cl- കിട്ടുന്നു. സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻ്റെ റിയാക്ഷൻ വളരെ ഡിഫറെന്റ് മാനറിലാണ്, നമുക്കത് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. ഇനി റിയാക്ഷൻ വിത്ത് അറൈൽ സൾഫോണിൽ ക്ലോറൈഡ്. ഈ റിയാക്ഷൻ മെയിൻ ആയിട്ടും പ്രൈമറി, സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷ്യറി അമീനുകളുടെ ഡിസ്റ്റിങ്ക്യൂഷ് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബെൻസീൻ സൾഫോൺ, അരൈൽ സൾഫോണിൽ ക്ലോറൈഡ് എക്സാമ്പിൾ എടുത്തിരിക്കുന്ന ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് ആണ്. ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് C6H5SO2Cl which is known as ഹിൻസ്ബർഗ് റിയേജന്റ്. അതിനെ ഹിൻസ്ബർഗ് റിയേജന്റ് എന്നാണ് വിളിക്കുന്നത്. C6H5SO2Cl that is called ഹിൻസ്ബർഗ് റിയേജന്റ്. പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ ഡിഫറെന്റ് മാനറിൽ റിയാക്ട് ചെയ്യുന്നു. പ്രൈമറി അമീൻ്റെ റിയാക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് ടു ഗീവ് N-ethyl ബെൻസീൻ സൾഫോണിൽ അമൈഡ്. ബെൻസീൻ സൾഫോണാമൈഡ് ഉണ്ടാകുന്നു. അത് ആൽക്കലിയിൽ സോലിബിൾ ആണ്. അതായത് പ്രൈമറി അമീൻ, ഇത് പ്രൈമറി അമീൻ ആണ്, ഈഥൈലമീൻ. അത് ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് C6H5SO2Cl റിയാക്ട് ചെയ്യുമ്പോൾ HCl എലിമിനേറ്റ് ചെയ്തു പോകുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? C2H5NHSO2 C6H5, C2H5NHSO2 C6H5 HCl ബൈ പ്രോഡക്റ്റ് ആയിട്ട് പോകുന്നു. ഇനി ഇതിനകത്തേക്ക് ആൽക്കലി ആഡ് ചെയ്താൽ, NaOH പോലുള്ള ആൽക്കലി ആഡ് ചെയ്താൽ ഈ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് സോലിബിൾ ആണ് NaOH. എന്താണ് പറഞ്ഞത്? പ്രൈമറി അമീൻ ബെൻസീൻ ഡൈസോണിയം ക്ലോറിനോട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന സോൾട്ട് ആൽക്കലിയിൽ സോലിബിൾ ആണെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി അമീൻ എന്ന് പറയും. ഇനി അടുത്തത് സെക്കൻഡറി അമീൻ്റെ കേസാണ്. സെക്കൻഡറി അമീനിൽ ഇതുപോലെ തന്നെ HCl എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ C2H5 twice NSO2 C6H5 HCl പോയി. ഇത് ഉണ്ടാകുന്ന ആൽക്കലിയിൽ നമ്മൾ ആൽക്കലി ഒഴിച്ചാൽ അത് ഇൻസോലുബിൾ ആണ് ആൽക്കലിയിൽ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ടു നൈട്രജൻ ഈ സൾഫോണാമൈഡ് ഈ സ്ട്രോങ്ലി അസിഡിക് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് സൾഫോണിൽ ഗ്രൂപ്പ്, ഹെൻസ് ഇറ്റ് ഈസ് സോലുബിൾ ഇൻ ആൽക്കലി. അതുകൊണ്ടാണ് ഇത് സോലുബിൾ ആകുന്നതെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ നൈട്രജനോട്, ഇൻ സൾഫോണാമൈഡ് ഈ സ്ട്രോങ്ലി അസിഡിക്, അത് സ്ട്രോങ്ലി അസിഡിക് ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ്. ഈ സൾഫോണിൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയ കാരണം ഈ H എന്താവും? സ്ട്രോങ്ലി അസിഡിക് ആവും. അസിഡിക് ആവുന്ന കാരണമാണ് NaOH ഒഴിക്കുമ്പോൾ ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ് സൾഫോണിൽ ഗ്രൂപ്പ് പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് സൾഫോണിൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അതിനാൽ ഈ NH ഈ ഗ്രൂപ്പാണ് സൾഫോണിൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അതിനാൽ ഈ H മോർ അസിഡിക് ആവും. അതുകൊണ്ടാണ് നമ്മൾ ആൽക്കലി ഒഴിച്ചു കഴിയുമ്പോൾ അത് സോലിബിൾ ആയി പോകുന്നത്. ഇനി സെക്കൻഡറി അമീൻ്റെ കേസ് നോക്കൂ. സെക്കൻഡറി അമീൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് H ഇല്ല. ഇവിടെ നൈട്രജനോട് അറ്റാച്ച് ചെയ്തതിന് H ഇല്ല. ഉണ്ടായിരുന്ന H എവിടെ പോയി? HCl ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോയി. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ആൽക്കലി ഒഴിച്ചാൽ എന്ത് ചെയ്യില്ല? അത് സോലിബിൾ ആവില്ല. അപ്പൊ അതൊരു പ്രൈമറിയുടെ സെക്കൻഡറിയുടെ ആണ് പറഞ്ഞത്. ഇനി ടെർഷ്യറി അമീൻ്റെ കേസ് നോക്കാം. ടെർഷ്യറി അമീനിൽ എന്താണ് സംഭവിക്കുന്നത്? ടെർഷ്യറി അമീനിൽ ഈ പറഞ്ഞ പോലെ എന്തില്ല? ഹൈഡ്രജൻ ഇല്ല. ഹൈഡ്രജൻ ഇല്ലാത്തപ്പോൾ അത് ആ റിയാക്ഷൻ നടക്കില്ല. അപ്പം പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീനിൽ പ്രൈമറി അമീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? പ്രൈമറി അമീൻ എടുത്തു കഴിഞ്ഞാൽ ബെൻസീൻ സൾഫോൺ ക്ലോറിനോട് റിയാക്ട് ചെയ്താൽ HCl പോകുന്നു. അപ്പോൾ നമുക്ക് ഒരു കോമ്പൗണ്ട് കിട്ടുന്നു. ആ കോമ്പൗണ്ടിലേക്ക് ആൽക്കലി ഒഴിച്ചു കഴിഞ്ഞാൽ അത് സോലിബിൾ ആകുന്നു. സെക്കൻഡറി അമീനുകളിലേക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിലേക്ക് നമുക്ക് ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ആൽക്കലി ഒഴിച്ചാൽ സോലിബിൾ ആകില്ല. ടെർഷ്യറി അമീൻ റിയാക്ട് ചെയ്യില്ല. ബിക്കോസ് ടെർഷ്യറി അമീനിൽ ഹൈഡ്രജൻ ഇല്ല. R3N എന്നാണല്ലോ, ഹൈഡ്രജൻ ഇല്ലാത്ത കാരണം ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ റിയാക്ഷൻ നടക്കില്ല. അടുത്തത് പറയുന്നത് റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകളാണ്. നമുക്ക് അറിയാം അമീനുകള്, പ്രത്യേകിച്ച് അനിലീൻ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിംഗിൽ NH2 ഉള്ളതാണ്. അത് ആ ലോൺ പെയർ യൂസ് ചെയ്ത് അത് റെസൊണൻസ് നടത്തുകയാണ്. റെസൊണൻസ് നടത്തുന്നതിനാൽ NH2 ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ്. NH2 ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ആയത് കാരണം ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർത്തോയിലും പാരായിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ
നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ അപ്കമിങ് ഗ്രൂപ്പ് ഓർത്തോയിലും പാരായിലുമാണ് വരിക. അപ്പൊ NH2 ഗ്രൂപ്പ് വളരെ റിലീസിങ് കപ്പാസിറ്റി കൂടുതലുള്ളതാണ്. അതുകൊണ്ട് അതിന് ഭയങ്കര ആക്ടിവേഷൻ ടെൻഡൻസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്രോമിനേഷൻ റിയാക്ഷൻ നടത്തിയാൽ, ഏറ്റവും ആദ്യം ബ്രോമിനേഷൻ ആണ് പറയുന്നത്. അനിലീൻ റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബിക്കോസ് ഓഫ് ദ ഹൈ റിയാക്ടിവിറ്റി ഓഫ് NH2, ഇതിന്റെ ഹയസ്റ്റ് റിയാക്ടിവിറ്റി ഉള്ളതിനാൽ നമ്മൾ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ അതിന്റെ 2ലും 4ാമത്തെ പൊസിഷനിലും 6ാമത്തെ പൊസിഷനിലും എന്ത് നിൽക്കുന്നു? ബ്രോമിൻ നിൽക്കുന്നു. ബിക്കോസ് ഓഫ് ദ ഹൈ റിയാക്ടിവിറ്റി ഓഫ് ഹൈ ഇലക്ട്രോൺ റിലീസിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഹൈ റിയാക്ടിവിറ്റി ഓഫ് NH2, ഇലക്ട്രോൺ റിലീസിങ് എബിലിറ്റി ആണുള്ളത്. അത് ഓർത്തോയിലും പാരായിലുമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരിക. അതുകൊണ്ട് അതിന്റെ ഹയസ്റ്റ് റിയാക്ടിവിറ്റി ഉള്ളതിനാൽ ഓർത്തോ പാര ഓറിയന്റിങ് ആയ പ്രൊഡക്റ്റ് ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. 2,4,6 ട്രൈബ്രോമോ അനിലീൻ ഉണ്ടാകുന്നു. അതേസമയം നമ്മുടെ ആവശ്യം നമുക്കൊരു സിംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ NH2 ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റി ഒന്ന് കുറയ്ക്കണം. NH2 ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ട് അതിനെ അസറ്റൈലേഷൻ ചെയ്താൽ മതി. അസറ്റൈലേഷൻ നടത്താനായിട്ട് അസറ്റിക് അൻഹൈഡ്രേറ്റ് പോലുള്ള റിയേജന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പില് ഉടനെ ബ്രോമിനേഷൻ നടത്താതെ ഫസ്റ്റ് സ്റ്റെപ്പില് അസറ്റൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ അസറ്റിക് അൻഹൈഡ്രേറ്റുമായിട്ട് അനിലിനെ റിയാക്ട് ചെയ്ത് NH2 ഗ്രൂപ്പിനെ എന്ത് ചെയ്യണം? കുറച്ചൊന്ന് റിയാക്ടിവിറ്റി കുറയ്ക്കണം, അതായത് പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ NH2 ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റി ഒന്ന് കുറയുകയും അതിന്റെ ഫലമായിട്ട് സിംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയ പ്രോഡക്റ്റ് ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അതാണ് അടുത്തത് പറയുന്നത്. അനിലീനെ അസറ്റൈലേഷൻ നടത്തുന്നു. CH3 COO CO CH3, അതാണ് അതിന്റെ ഫുൾ ആയിട്ട് എഴുതുന്നത് നമുക്കറിയാം. COO CO CH3. അപ്പൊ എന്ത് കിട്ടും? ഈ Hഉം ഇതും കൂടി എലിമിനേറ്റ് ചെയ്ത് പോകും. CH3 അതും കൂടി എലിമിനേറ്റ് ചെയ്ത് പോകും. ഇതും CH3 COO CO CH3 ഇത്രയും സംഗതികൾ എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ NH-CO-CH3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. NH-CO-CH3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്തു. ഇനി ബ്രോമിനേഷൻ നടത്തുക. ബ്രോമിനേഷൻ നടത്തുമ്പോൾ സിംഗിൾ പാരായിൽ മാത്രം പ്രൊഡക്റ്റ് കിട്ടും. ഇനി അതിനെ OH- ബേസോ ആൽക്കലിയോ ആസിഡോ ആഡ് ചെയ്താൽ തിരിച്ച് NH2 ഗ്രൂപ്പ് കിട്ടും. അങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞ് ബ്രോമിനേഷൻ നടത്തുക. ബ്രോമിനേഷൻ നടത്തി കഴിയുമ്പോൾ പിന്നെ അത് കുറച്ച് ഡീആക്ടിവേറ്റഡ് ആയിപ്പോയി. പിന്നെ സിംഗിൾ പ്രൊഡക്റ്റേ കിട്ടുള്ളൂ. ബ്രോമിൻ പാരായിൽ മാത്രമേ ഇരിക്കുന്നു. പിന്നീട് നമുക്ക് തിരിച്ച് NH2 ആക്കാനായിട്ട് ആസിഡോ ബേസോ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടായി. ഓക്കെ, അടുത്തത് റിയാക്ഷൻ നൈട്രേഷൻ. ഇതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നൈട്രേഷൻ പ്രൊട്ടക്ട് ചെയ്യാണ്ട് ചെയ്തപ്പോഴാണ് എന്തുണ്ടായത്? ഓർത്തോയിലും മെറ്റായിലും പാരായിലും പ്രൊഡക്റ്റുകൾ ഉണ്ടായത്. ഇനി അരോമാറ്റിക് അമീൻസ് cannot be nitrated directly because HNO3 being a strong oxidizing agent oxidize it forming black mass. അപ്പൊ അതിന്റെ റിയാക്ഷൻ എങ്ങനെയാന്ന് നോക്കാം. ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് നൈട്രിക് ആസിഡ് ഒഴിച്ചു കൊടുക്കില്ല എന്നാണ് പറഞ്ഞേക്കണേ. നൈട്രേഷൻ ബൈ പ്രൊട്ടക്ടിങ് ദ NH2 ഗ്രൂപ്പ് ബൈ അസറ്റൈലേഷൻ നടത്തി. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ ഉണ്ടായി. എന്നിട്ട് നൈട്രിക് ആസിഡ് നൈട്രേറ്റ് മിക്സ്ചർ ഒഴിച്ചു. അപ്പോൾ പാരായിൽ മാത്രം നമുക്ക് എന്ത് കിട്ടി? NO2 ഗ്രൂപ്പ് കിട്ടി. ഇനി അതിനെ തിരിച്ചാക്കാൻ ആസിഡോ ബേസോ ഒഴിച്ചു കൊടുക്കാം. സൾഫോണിക് ആസിഡും അത് തന്നെ ബെൻസീൻ സൾഫോണേഷൻ നടത്തുന്നു. അതിനെ ഇതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പാരാ പ്രൊഡക്റ്റ് മേജറായിട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, സൾഫോണേഷൻ നടത്തിയപ്പോൾ ഒരു പ്രത്യേകത കണ്ടത്, ഇതിനകത്ത് ഇതിന്റെ പേര് സൾഫാനിലിക് ആസിഡ് ആണ്. ഈ Hന് ഒരു കോമ്പൗണ്ടിൽ തന്നെ ആസിഡും ബേസുമായിട്ട് ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ Hന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ NH3+ ആയി, SO3-. ഇങ്ങനെ ഉണ്ടാകുന്ന ഇതിനെ ഈ കിട്ടുന്ന പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺ. അപ്പൊ ഇതിന് ആസിഡും ബേസുമായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അതിനെ ആംഫോട്ടറിക് ആണെന്ന് നമുക്കറിയാം. സ്വിറ്റർ അയോൺ എന്നാണ് അതിനെ വിളിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് ഡൈസോണിയം സോൾട്സ് ആണ്. ഡൈസോണിയം സോൾട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അമീനുകളിൽ നമ്മൾ റിയാക്ഷനിൽ കണ്ടതാണ്. നൈട്രസ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ, അമീൻസ് നൈട്രസ് ആസിഡിനോട് റിയാക്ട് ചെയ്താൽ
എന്ത് കിട്ടുന്നു? ഡൈസോണിയം സോൾട്ടുകൾ കിട്ടുന്നു. ബെൻസീൻ, അനിലീൻ ആണെങ്കിൽ അനിലീൻ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് റിയാക്ഷൻസ് ഒക്കെയാണ്, പ്രോപ്പർട്ടീസ് ഒക്കെയാണ് പറയുന്നത്. ഡൈസോണിയം സോൾട്ട്സ് ഹാവ് ദ ജനറൽ ഫോർമുല ഈസ് Rn2 plus and X minus, Rn2 plus and X minus, where R stands for an aryl group and X minus ion may be Cl minus, Br minus, HSO4 minus. അപ്പൊ ഇവിടുത്തെ R ഇതാണ് ജനറൽ ഫോർമുല, Rn2 plus X minus. R അരൈൽ ഗ്രൂപ്പ് ആണ്. അതുപോലെ X എന്ന് പറയുന്നത് ഹാലോജൻ ആകാം, HSO4 മൈനസ് ഗ്രൂപ്പ് ആകാം, BF4 മൈനസ് ഗ്രൂപ്പ് ആകാം. They are named by suffixing the disonium to the name of the parent hydrocarbon from which they are formed, followed by the name of anions such as chloride, hydrogen sulfide, ഇത് ഹൈഡ്രജൻ സൾഫൈറ്റ്, ക്ലോറൈഡ്സ്, ബ്രോമൈഡ്സ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന്റെ പേരുകൾ പറയുന്നത്. N2 plus group is called disonium group. Example, C6H5N2 plus Cl minus is named as benzene disonium chloride. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് ക്ലോറിൻ ആണ് നമ്മുടെ എക്സിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എന്ന് വിളിക്കും. ഡൈസോണിയം ഗ്രൂപ്പ് എന്നാണ് നമ്മൾ ആ N2 പ്ലസ് ഗ്രൂപ്പിനെ വിളിക്കുന്നത്. അതുപോലെ C6H5N2 പ്ലസ് HSO4 മൈനസിനെ ബെൻസീൻ ഡൈസോണിയം ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് വിളിക്കുന്നു. ഇനി പ്രൈമറി അലിഫാറ്റിക് അമീൻസ് ഫോം ഹൈലി അൺസ്റ്റേബിൾ ആൽക്കൈൽ ഡൈസോണിയം സോൾട്ട്സ്. അപ്പൊ ഇത് ഉണ്ടാകുന്നത് വളരെ ആൽക്കൈൽ, വളരെ അൺസ്റ്റേബിൾ ആയ പ്രൊഡക്റ്റ് ആണ്. വളരെ ഷോർട്ട് ടൈമിൽ മാത്രമേ നിൽക്കുള്ളൂ, ഉടനെ അത് ഡീകമ്പോസിഷൻ നടക്കുകയും ഒക്കെ സാധ്യതയുണ്ട്. ഇനി നോക്കൂ, ടെമ്പറേച്ചർ റേഞ്ച് ശ്രദ്ധിക്കുക. ഈ ടെമ്പറേച്ചറിലാണ് അത് റിയാക്ട് ചെയ്യുന്നത്. ഈ കോമ്പൗണ്ടിനെ നോക്കൂ, ഇതിന് റെസണൻസ് സ്റ്റെബിലിറ്റി ഉണ്ട്. ഈ റിങ്, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കത് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ടിലെ ഒരു ബോണ്ട് ഇങ്ങോട്ട് മാറുന്നു. അപ്പോൾ ഡബിൾ ബോണ്ട്. ഇനി ഈ റിങ്, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ പോസിറ്റീവ് ചാർജ് ഇല്ലാണ്ടാവും. അങ്ങനെ റെസണൻസ് സ്റ്റെബിലിറ്റി നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയണത് ഇതിൻ്റെ കൂടുതൽ റിയാക്ഷൻ ആണ്. അതിൻ്റെ കൂടുതൽ റിയാക്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് അനിലീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്, കുറച്ച് റിയാക്ഷനിൽ പറഞ്ഞത് തന്നെയാണ്. അനിലീൻ NaNO2 പ്ലസ് HCl റിയാക്ട് ചെയ്ത് 273 to 278 കെൽവിൻ ടെമ്പറേച്ചറിൽ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു ആൻഡ് NaCl ആൻഡ് വാട്ടർ. ഇത് നമ്മൾ റിയാക്ഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അടുത്തത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഈസ് എ കളർലെസ് ക്രിസ്റ്റലൈൻ സോളിഡ്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഒരു കളർലെസ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഇറ്റ് ഈസ് റെഡിലി സോലുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ പെട്ടെന്ന് സോലുബിൾ ആകുന്നു. സ്റ്റേബിൾ ഇൻ കോൾഡ് ബട്ട് റിയാക്ട് വിത്ത് വാട്ടർ വെൻ വാംഡ്. കോൾഡ് കണ്ടീഷനിൽ സ്റ്റേബിൾ ആണ്. വാം ചെയ്താൽ, ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറ്റ് ഡീകമ്പോസസ് ഈസിലി ഇൻ ദ ഡ്രൈ സ്റ്റേറ്റ്. ഡ്രൈ സ്റ്റേറ്റിൽ ഡീകമ്പോസിഷൻ ഈസിയാണ്. Benzene disonium fluoroborate is water insoluble and it is stable at room temperature. ഇനി കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ബെൻസീൻ ഡൈസോണിയം സോൾട്ടുകൾ. ബെൻസീൻ ഡൈസോണിയം സോൾട്ടുകളുടെ റിയാക്ഷനുകളാണ് റിയാക്ഷൻ ഇൻവോൾവിംഗ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നൈട്രജൻ. ആ നൈട്രജനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള റിയാക്ഷനുകളാണ് പറയുന്നത്. Disonium group being a very good living group is substituted by other groups such as Disonium ഗ്രൂപ്പിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ധാരാളം ഗ്രൂപ്പുകൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. Cl മൈനസ്, Br മൈനസ്, Cn മൈനസ്, OH മൈനസ് എക്സെട്ര. ഇതിനെ എല്ലാത്തിനെയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. റീപ്ലേസ്മെന്റ് ബൈ ഹാലൈഡ് ഓർ സയനൈഡ് അയോൺസ്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ എടുക്കുന്നു. Cu2Cl2 ബാർ HCl റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറോ ബെൻസീൻ എവിടെയെങ്കിൽ Cu2Cl2, അതായത് റിയാക്ഷൻ ഇങ്ങനെയാണ്. ബെൻസീൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരും N2Cl. അത് Cu2Cl2 ബാർ HCl ആണെങ്കിൽ ക്ലോറോ ബെൻസീനും, Cu2Cl2 ബാർ HBr ആണെങ്കിൽ ബ്രോമോ ബെൻസീനും,
CuCN ബാർ HKCN ആണെങ്കിൽ സയനൈഡുമാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി ഇതിലാണ് ഹാലോ ആൽക്കീൻ ഹാലോ അലീനിൽ പഠിച്ച റിയാക്ഷൻ ആണ് സാൻമേഴ്സ് റിയാക്ഷൻ. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ Cu2Cl2 ബാർ HCl ചെയ്താൽ ക്ലോറോബെൻസീനും Cu2Br2 ബാർ HBr ചെയ്താൽ ബ്രോമോബെൻസീനും സയനൈഡ് ആണെങ്കിൽ സയനോ ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മറ്റൊരു മെത്തേഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. സെയിം റിയാക്ഷൻ തന്നെയാണ്. Alternatively, chlorine or bromine can also be introduced in the benzene ring by treating with the sodium disonium salt solution with the corresponding halogen acids. ഇതുപോലെ തന്നെ Cu ബാർ HCl ആണെങ്കിൽ ഈ സെയിം റിയാക്ഷൻ തന്നെ, റിയേജന്റ് മാറ്റുന്നു, പ്രൊഡക്റ്റും റിയാക്ടന്റും ഒക്കെ സെയിം തന്നെ, റിയേജന്റ് ഓൺലി ചേഞ്ച്ഡ്. Cu ബാർ HCl ആണെങ്കിൽ ബ്രോമോബെൻസീനും Cu ബാർ HBr ആണെങ്കിൽ Cu ബാർ HCl ആണെങ്കിൽ ക്ലോറോബെൻസീനും Cu ബാർ HBr ആണെങ്കിൽ ബ്രോമോബെൻസീനും കിട്ടുന്നു. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഗട്ടർമാൻ റിയാക്ഷൻ. ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഡിഹൈഡ്സ് കീറ്റോൺസിനെ ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കുന്നത്. കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഓർ CuCl കുപ്രസ് ക്ലോറൈഡിന്റെ പ്രസൻസിൽ ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കുന്നത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. ഇത് ഗട്ടർമാൻ റിയാക്ഷൻ ആണ്. ബെൻസീൻ ഡൈസോൺ ക്ലോറൈഡിനെ Cu ബാർ HCl ചെയ്താൽ ക്ലോറോബെൻസീനും Cu ബാർ HBr ചെയ്താൽ ബ്രോമോബെൻസീൻ കിട്ടുന്നു. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഗട്ടർമാൻ റിയാക്ഷൻ. അപ്പൊ നമ്മള് Cl Br Cn ഇത്രയും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഗ്രൂപ്പ് വെച്ച് N2Cl റീപ്ലേസ് ചെയ്തു. അടുത്തത് അയോഡൈഡിനെ നമ്മൾ വയ്ക്കുന്നു. അതായത് ബെൻസീൻ ഡൈസോൺ ക്ലോറൈഡിനെ പൊട്ടാസ്യം അയോഡൈഡ് കൊണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, N2Cl മാറിയിട്ട് അവിടെ അയോഡോബെൻസീൻ ഉണ്ടാകുന്നു. അപ്പൊ അത് മറ്റൊരു റിയാക്ഷൻ ആണ്. അടുത്തത് പറയുന്നത് അടുത്ത റിയാക്ഷൻ ക്ലോറോബെൻസീന് ബ്രോമോബെൻസീനെയും സയനൈഡിനെയും സയനോബെൻസീനും പ്രിപ്പയർ ചെയ്ത് അടുത്തത് റീപ്ലേസ്മെന്റ് ബൈ ഫ്ലൂറൈഡ് അയോൺസ് ആണ്. ഫ്ലൂറൈഡ് അയോൺസിന്റെ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് റിയാക്ഷൻ നടത്തുന്നത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് HBF4 കൊണ്ട് റിയാക്ട് ചെയ്യുന്നു. HBF4 Ar(N2+Cl - HBr) ഫ്ലൂറോബോറിക് ആസിഡ് ആണത്. ഫ്ലൂറോബോറിക് ആസിഡ്. അപ്പോ നമുക്ക് എന്ത് കിട്ടുന്നു, N2+ and BF4- ഉണ്ടോ, BF4- Clന്റെ അവിടെ N2+ and BF4- കിട്ടുന്നു. അരീൻ ഡൈസോണിയം ഫ്ലൂറോബോറേറ്റ് ഈസ് പ്രസിപ്പിറ്റേറ്റഡ് ആൻഡ് ഓൾസോ അതിന് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലൂറോബെൻസീൻ കിട്ടുന്നു. അപ്പൊ ബെൻസീൻ ഡൈസോൺ ക്ലോറൈഡിനെ HBF4 കൊണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോംപ്ലക്സിനെ ഹീറ്റ് ചെയ്താൽ ഫ്ലൂറോബെൻസീൻ കിട്ടുന്നു. ഇനി റീപ്ലേസ്മെന്റ് ബൈ ഹൈഡ്രജൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അത് സർട്ടൻ മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ് ആയ ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫിനിക് ആസിഡ്, എത്തനോൾ ഇതിനെയൊക്കെ വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ബെൻസീൻ ഡൈസോൺ ക്ലോറൈഡിനെ H3PO2 അതായത് ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ് ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അത് മുഴുവൻ പോയിട്ട് ഹൈഡ്രജൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ബെൻസീൻ ആണ് കിട്ടുന്നത്. ഇതും അങ്ങനെ തന്നെ ആൽക്കഹോള് ഒഴിക്കുമ്പോൾ നമുക്ക് ബെൻസീൻ ആണ് കിട്ടുന്നത്. പ്രൊഡക്റ്റ് ബെൻസീന്റെ പ്രിപ്പറേഷൻ ആണ് പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പറയണത് റീപ്ലേസ്മെന്റ് ബൈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ റീപ്ലേസ്മെന്റ് ആണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ വെറുതെ ബെൻസീൻ ഡൈസോൺ ക്ലോറൈഡിലേക്ക് വാട്ടർ അഡീഷൻ നടത്തിയാൽ മതി. വാട്ടർ അഡീഷൻ ചെയ്യുന്നു. ഏകദേശം 283 കെൽവിൻ വരെ ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ആൽക്കഹോൾ ഉണ്ടാകുന്നു. ബെൻസീൻ ഡൈസോൺ ക്ലോറൈഡിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ആൽക്കഹോളുകൾ ഉണ്ടാകുന്നു. ഇനി റീപ്ലേസ്മെന്റ് ബൈ NO2 ഗ്രൂപ്പ്. NO2 ഗ്രൂപ്പിന്റെ റീപ്ലേസ്മെന്റ് ആണ്. ബെൻസീൻ ഡൈസോൺ ക്ലോറൈഡിനെ ആദ്യം HBF4 കൊണ്ട് റിയാക്ട് ചെയ്യുന്നു, ഫ്ലൂറോബോറിക് ആസിഡ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ N2+ and BF4- ഉണ്ടാകുന്നു. ഇനി അതിനെ NaNO2 പ്രസൻസിൽ കോപ്പറുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു. സോഡിയം നൈട്രൈറ്റും കോപ്പറുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഈ N2BF4 പോയിട്ട് NO2 ഉണ്ടാകുന്നു. അത് നൈട്രോബെൻസീൻ ആണ്. അങ്ങനെ നൈട്രോബെൻസീന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ ഇത് ഓരോന്ന് നമ്മൾ ഓരോ ഗ്രൂപ്പ് വെച്ച് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൽ ഓരോ ഗ്രൂപ്പ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതാണ് കണ്ടത്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ് ഈ N2Cl, അതായത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ് കപ്ലിംഗ് റിയാക്ഷൻ ആണ്. കപ്ലിംഗ് റിയാക്ഷൻ വഴി അസോ കോമ്പൗണ്ടുകളെ
നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു. ഡൈസ് ആണ് ഉണ്ടാകുന്നത്, ഓറഞ്ച് ആൻഡ് യെല്ലോ ഡൈ. അവിടെ നോക്കൂ, ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ നമ്മൾ ഫിനോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് ഫിനോൾ. അപ്പം റീപ്ലേസ് ചെയ്ത് പോകുന്നത് HCl ആണ് റീപ്ലേസ് ചെയ്ത് പോകുന്നത്. HCl പോയിട്ട് ബേസിന്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്. HCl പോയിട്ട് N ഡബിൾ ബോണ്ട് N, അസോ ഗ്രൂപ്പാണിത്. അസോ ഗ്രൂപ്പുകളാണ് ഉണ്ടാകുന്നത്. ഓറഞ്ച് ഡൈ ആണ്. ഫിനോൾ ഒഴിക്കുമ്പോൾ ഓറഞ്ച് ഡൈ ആണ് ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെ അനിലിൻ ഒഴിക്കുന്നു, ഇതുപോലെ തന്നെ HCl എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. HCl എലിമിനേറ്റ് ചെയ്ത് അവിടെ ഒരു അസോ ഗ്രൂപ്പ്, അസോ N ഡബിൾ ബോണ്ട് Nനെ അസോ ഗ്രൂപ്പുകൾ, ഈ യെല്ലോ ഡൈ ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഫിനോൾ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിലേക്ക് ഒഴിച്ചാൽ ഓറഞ്ച് ഡൈയും, അനിലീനാണ് ഒഴിക്കുന്നതെങ്കിൽ യെല്ലോ ഡൈയുമാണ് കിട്ടുന്നത്. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ റീപ്ലേസ്മെന്റ് നടത്തിയതാണ് ഓരോ ഗ്രൂപ്പ് വെച്ചിട്ട്. ഇനി ഡൈസോണിയം കോമ്പൗണ്ടിന്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഡൈസോണിയം സിന്തസിസ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഈ റിയാക്ഷനിൽ നിന്നെല്ലാം നമുക്ക് ക്ലിയർ ആണ്. ഡൈസോണിയം സോൾട്ട്സ് ആർ വെരി ഗുഡ് ഇന്റർമീഡിയറ്റ്സ് ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, സയനൈഡ്, OH, NO2 ഇത്രയും ഗ്രൂപ്പുകളെ N2Cl റീപ്ലേസ് ചെയ്തിട്ട് ഇത്രയും ഗ്രൂപ്പുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പൊ ഏറ്റവും നല്ല ഇന്റർമീഡിയറ്റ് ആയിട്ട് അരോമാറ്റിക് റിംഗ് ആക്ട് ചെയ്യുന്നതാണ് ആര്? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്. അറൈൽ ഫ്ലൂറൈഡ്സ് ആൻഡ് അയോഡൈഡ്സ് കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ ഡയറക്റ്റ് ഹാലോജനേഷൻ. അപ്പൊ ഡയറക്റ്റ് ഹാലോജനേഷൻ വഴി ഫ്ലൂറൈഡുകളെയും അയോഡൈഡുകളെയും ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. സയനോ ഗ്രൂപ്പ് കനോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് chlorine in chlorobenzene, but cyanobenzene can be easily obtained from ഡൈസോണിയം സോൾട്ട്. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഡയറക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഫ്ലൂറോബെൻസിനെ ഒന്നും ഡയറക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ് ഉപയോഗിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്തു. അതുപോലെ സയനൈഡിനെ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ് ഉപയോഗിച്ച് നമ്മൾ അതും ചെയ്തു സാൻമേഴ്സ് റിയാക്ഷനിൽ. ഇനി the replacement of diso group by other groups is helpful for the replacement of these substitutes. അപ്പോൾ കുറെ ഗ്രൂപ്പുകളെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത കുറെ ഗ്രൂപ്പുകളെ നമ്മൾ ഈ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഉപയോഗിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തു. അപ്പം അമീൻസുകളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്, വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അമീൻസിന്റെ റിയാക്ഷനും അതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും അതിലെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടുകളുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി അമീൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു.